മലപ്പുറം വണ്ടൂരിൽ വെള്ളിയാഭരണശാലയുടെ ചുമര് തുരന്ന് കവർച്ച. കടയിലെ ഡിസ്പ്ലേയിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ വെള്ളിയാഭരണങ്ങളും കള്ളൻ കൊണ്ടുപോയി. 10 ലക്ഷം രൂപയുടെ ആഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് കവർച്ച നടന്നതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. വണ്ടൂർ നഗരത്തിലെ തരങ്കിണി സിൽവർ എന്ന വെള്ളിയാഭരണശാലയിൽ ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെ നടന്ന കവർച്ചയുടെ ദൃശ്യങ്ങളാണിത്. മുഖം മറച്ച് തൊപ്പിയും ഒരേ നിറത്തിലുള്ള പാന്റും ഷർട്ടും ധരിച്ച ഒരാളാണ് ആഭരണശാലയ്ക്കുള്ളിൽ കയറിയത്. രാവിലെ കടയിലെത്തിയ ജീവനക്കാർക്കാണ് കവർച്ച നടന്നതായി ആദ്യം സംശയം തോന്നുന്നത്. ഷട്ടർ പൊക്കിയപ്പോ ഇങ്ങനെ നിലത്തിങ്ങനെ മുളക് പൊടിയാണെന്ന് എനിക്ക് അറിയില്ല. ഒരു ചുവന്ന പൊടി ഇങ്ങനെ കാണുന്നുണ്ട്. ഡിസ്പ്ലേ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. അപ്പൊ ഞാന് രാത്രി ചിലപ്പോ വർക്കൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തേലും വർക്ക് നടന്നതാണാവോന്ന് വിചാരിച്ചിട്ട് മറ്റെന്റെ കൂടെ ഉള്ള പയ്യൻ, അവനാണ് രാത്രി അടച്ചു പോകല് 9 മണിക്ക്, ഞാൻ 7 മണിക്ക് പോകല്. അപ്പൊ അവരുടെ അടുത്ത് വിളിച്ച് ചോദിച്ചു എന്തെങ്കിലും വർക്ക് നടന്നിരുന്നോ. അപ്പൊ അവൻ പറഞ്ഞു ഒന്നുമില്ല ചേച്ചി. എന്തേ ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ കാണുന്നുണ്ട്, എന്താ ഡിസ്പ്ലേയില് സാധനമൊന്നും കാണുന്നില്ല. കള്ളൻ കടയ്ക്കുള്ളിൽ കയറിയത് ചുമര് തുറന്നാണ്. ചുമരിലെ 2 വരി ചെങ്കൽക്കട്ടയിലെ 6 കട്ടകൾ ഇളക്കിയെടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളിയാഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന സേഫ് ലോക്കറുള്ള മുറിയിലും കള്ളനെത്തി. എന്നാൽ അവിടെ നിന്ന് ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കടയിലെ ഡിസ്പ്ലേയിലുണ്ടായിരുന്ന മുഴുവൻ ആഭരണങ്ങളും മോഷണം പോയി. വണ്ടൂർ പോലീസ് സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് മലയാളം, മലപ്പുറം.